ഓട്ടിസമോ ഡെവലപ്മെന്റൽ ഡിസേബിലിറ്റിയോ ഉള്ള കുട്ടികളെ സ്കൂളിലേക്ക് തയ്യാറെടുപ്പിക്കാൻ എന്തൊക്കെയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്? നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് തയ്യാറെടുക്കാനായിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞ് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കുകയാണ് ആദ്യം വേണ്ടത്. അതിന് സ്കൂൾ റെഡിനെസ് സ്കിൽസ് ഇൻവെന്ററി എന്ന് പറയും. ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ ടീച്ചേഴ്സ് പറയുന്ന നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും അത് അനുസരിക്കാനും ആ കൊടുക്കുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും ചോദ്യങ്ങൾ മനസ്സിലാക്കി മറുപടി പറയാനും എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ ഗ്രൂപ്പിൽ മറ്റു കുട്ടികളോടൊപ്പം ടേൺ ടേക്കിങ്, ഷെയറിങ്, അതുപോലെ ഗ്രൂപ്പിലെ നിയമങ്ങൾ അനുസരിക്കാനുള്ള കഴിവ്, ബോർഡിൽ നിന്ന് കോപ്പി ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെയുള്ള ഓരോ കഴിവുകളും നമ്മൾ ഈ കുട്ടി സ്കൂളിലേക്ക് പോകാനുള്ള തരത്തിലേക്ക് വന്നിട്ടുണ്ടോ അല്ലെ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചറിയണം. അതാണ് മുഖ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ തെറാപ്പികൾ വഴി നമ്മൾ കുട്ടിക്ക് പരിശീലനം കൊടുക്കുമ്പോൾ 1-to-1 നമ്മൾ പരിശീലിപ്പിക്കുന്നത്. കുഞ്ഞിന്റെ സ്പീച്ചോ അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവുകളോ അല്ലെങ്കിൽ ദൈനംദിന ജോലികൾ സ്വയം ചെയ്യാനുള്ള കഴിവുകളൊക്കെ നമ്മൾ 1-to-1 കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ 1-to-1 തെറാപ്പിയിൽ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ള കുഞ്ഞിനെ നമ്മൾ ശീലിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ തെറാപ്പിയിൽ കുറെ കഴിവുകൾ ആകുന്നതിനനുസരിച്ച് കുഞ്ഞിനെ നമ്മൾ ഒരു സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ എൻവയോൺമെന്റിൽ കുഞ്ഞിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ തെറാപ്പി തുടരാനായിട്ട്. അതായത് ക്ലാസ് റൂമിലെ പെരുമാറ്റങ്ങൾ എങ്ങനെയെന്ന് കുഞ്ഞിന് ശീലിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. അത് ചിലപ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം 2 മണിക്കൂറൊക്കെ മതിയാവും. ഈ തുടക്കത്തിലെ നമ്മൾ മറ്റു കുട്ടികളോടൊപ്പം പഠിക്കണമെന്നൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ ഗോൾ. ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ കുട്ടികളോടൊപ്പം എങ്ങനെ ഭക്ഷണം കഴിക്കണം, അവരുമായിട്ട് ചേർന്ന് എങ്ങനെ ഓടിച്ചാടി നടക്കണം, അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് എങ്ങനെ കളിക്കണം, ഞാൻ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്, സ്കൂളിലെ ടോയ്ലറ്റ് എവിടെയാണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലാസ് റൂം ബിഹേവിയേഴ്സ് കുഞ്ഞ് ഈ തെറാപ്പി ചെയ്യുന്ന കാലഘട്ടം മുതലേ ശീലിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വൽ തെറാപ്പിയിൽ അത്യാവശ്യം കഴിവുകളാവുമ്പോൾ നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് പോകാനുള്ള ഒരു ബ്രിഡ്ജിങ് തെറാപ്പി കൊടുക്കണം. അതായത് ഇൻഡിവിജ്വൽ തെറാപ്പിയോടൊപ്പം നമ്മൾ ഗ്രൂപ്പ് തെറാപ്പിയും കുഞ്ഞിനെ ശീലിപ്പിക്കണം. അതായത് ഒരു ഗ്രൂപ്പ് ലീഡർ പറയുന്ന നിർദ്ദേശങ്ങൾ 5-6 കുട്ടികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ കുഞ്ഞ് ഫോളോ ചെയ്യാൻ പഠിക്കണം. ആ ബ്രിഡ്ജിങ് പ്രോഗ്രാം കൊടുത്തതിന് ശേഷം വേണം നമ്മൾ സ്കൂൾ തിരഞ്ഞെടുക്കാൻ. സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓട്ടിസം ഉള്ള കുട്ടികളാണെങ്കിലോ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ നീഡ്സ് ഉള്ള കുട്ടികളാണെങ്കിലോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മുഖ്യമായ ചില കാരണങ്ങളുണ്ട്. ഏത് തരത്തിലുള്ളൊരു സ്കൂളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ ആ സ്കൂളിലെ ടീച്ചർ സ്റ്റുഡൻസ് റേഷ്യോ, അതായത് ടീച്ചറിൻ്റെയും കുട്ടികളുടെ റേഷ്യോ എത്രയാണ്, ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, എന്ത് തരത്തിലുള്ള പാഠ്യപദ്ധതിയാണ് ഫോളോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ സ്കൂള് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളാണോ, ഡെവലപ്മെന്റൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് പ്രത്യേകം കരിക്കുലമുള്ള സ്കൂളാണോ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന എന്തൊക്കെ സപ്പോർട്ടുകളാണ് ആ സ്കൂൾ സിസ്റ്റത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ ടീച്ചർ സ്റ്റുഡൻസ് റേഷ്യോ ഒരു 20-ൽ താഴെയുള്ള സ്കൂൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മോണ്ടിസോറി പോലുള്ള എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഡെവലപ്മെന്റൽ നീഡുള്ള ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിന് വേണ്ടുന്നതായിട്ടുള്ള അവർക്ക് വേണ്ടുന്ന വ്യക്തിപരമായിട്ടുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കൂൾ എൻവയോൺമെന്റ് തന്നെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടും സയൻറ്റിഫിക് ആയിട്ടും സമയമെടുത്ത് കുഞ്ഞിനെ ഗ്രൂപ്പിലും ക്ലാസ്സിലും പെരുമാറ്റങ്ങൾ ശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ നമുക്ക് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ സാമൂഹികമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും.